ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. ഈവനിങ്ങത്തേക്കുള്ള സപ്പർ ചിക്കനാണ് മെയിൻ. അപ്പം നമുക്ക് ചിക്കൻ, പിന്നെ കുറച്ച് മഷ്റൂം ഉണ്ട്, മഷ്റൂം ക്യാപ്സിക്കം, കുറച്ച് പച്ചക്കറിയും പ്രോട്ടീനും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും എൻ്റെ ചെറിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് മഷ്റൂം, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്, 3 പീസസ്. അപ്പോൾ അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. മെയിനായിട്ട് സോൾട്ട്, ചില്ലി പൗഡർ, പെപ്പർ, ഈ 3 ഞാൻ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഇട്ടൊന്ന് ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി പച്ചക്കറിയൊക്കെ സോട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മസ്റ്റാർഡാണ്. ഞാൻ പൊതുവേ കടുക് നന്നായിട്ട് ഉപയോഗിക്കും. എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒട്ടുമിക്ക ഫുഡിലും ഇത് രണ്ടും കാണും. അപ്പം വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. കൊച്ചുള്ളി, ക്യാപ്സിക്കം, ഇതൊക്കെ ഇട്ട് വഴറ്റുക. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കും. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചൊരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വറ്റൽമുളക് കുറച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ക്യാപ്സിക്കം ഏറ്റവും അവസാനമാണ് ആഡ് ചെയ്തത്. ആദ്യം മഷ്റൂം ഇട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ ആഡ് ചെയ്തത് കുറച്ച് സോയാ സോസാണ്. അത് ഒരു സ്പൂൺ ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇനി അടുത്ത ചിക്കനാണ്. ചിക്കൻ ഞാൻ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഓവൻ ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു, ഒരു 180°C. പിന്നെ ഒരു 10 മിനിറ്റ്സ് ഞാൻ ആദ്യം വെച്ചു. പിന്നെ അത് ഒന്ന് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തു. അപ്പോഴേക്കും ചിക്കൻ റെഡിയായി, വേവൊക്കെ പാകത്തിനായി. അപ്പോൾ അങ്ങനെ ചിക്കൻ റെഡിയായി. ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്യാം. പച്ചക്കറി ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ഞാൻ ബ്രോക്കലി ഉപയോഗിക്കാറുണ്ട്, ഗ്രീൻ ബീൻസ്, പീസ്, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഇതുപോലെ സോട്ട് ചെയ്തെടുക്കാനും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ ഏത് മീറ്റാണേലും അതോടൊപ്പം ഈ പച്ചക്കറി ഇതുപോലെ സോട്ട് ചെയ്ത് തന്നെ എടുത്ത് കഴിക്കാം. ഇപ്പോൾ ചിക്കനും പച്ചക്കറിയും
ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറും ആകും, എന്നാൽ ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്നുമില്ല. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെഡിയാക്കാം. അപ്പം ഞാനെൻ്റെ ഡിന്നർ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ.